പുതിയ തലമുറയെ ചേർത്ത് നിർത്താനായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എന്തെങ്കിലും പ്രത്യേക പദ്ധതികളോ ആലോചനകളോ ഉണ്ടോ? നമ്മുടെ യൂത്ത് വർക്കേഴ്സിന് വേണ്ടിയിട്ട് വേർതിരിക്കാനായിട്ട് അനേകം വൈദികരുണ്ട്. അവർ യൂത്ത് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, പ്രത്യേകമായ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് നടത്തുന്നുണ്ട്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് നടത്തുന്നുണ്ട്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഒരു ജോലി സ്ഥലത്ത്, അതിനെക്കുറിച്ചുള്ളതായ കൗൺസിലിംഗ് നടത്താനുള്ള അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് വൈദികരെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് പള്ളിയിൽ ആരാധനയ്ക്ക് വരിക എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് അവർക്ക് കുടുംബ ജീവിതത്തിലും അതുപോലെ അവർ ഉൾപ്പെടുന്നതായ പ്രവർത്തന രംഗത്ത് ഓഫീസുകളിലും മറ്റും നേരിടുന്നതായ വെല്ലുവിളികളുണ്ട്, അതുപോലെ ടെൻഷൻസ് ഉണ്ട്. അതിനെ ഇഫക്റ്റീവായിട്ട് നേരിടാനുള്ളതായ ഉപദേശങ്ങളൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള യൂത്ത് ക്യാമ്പുകളും യൂത്ത് വർക്കേഴ്സും അതുപോലെ ഫാമിലി കോൺഫറൻസസും ഒക്കെ നടത്തുന്നുണ്ട്. അത് മുഖാന്തരമാണ് നമുക്ക് അവരെ കേറ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യമാണ് മൈഗ്രേഷൻ കാരണം നമ്മൾ പുതിയ ഭദ്രാസനം അതായത് ഭാരതത്തിന് പുറത്ത് നമ്മൾ തുടങ്ങുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിൽ ആൾക്കാർ കുറയുന്നു, മൈഗ്രേഷൻ കാരണം കുറയുന്നു എന്നൊരു ആശങ്ക പലരും പ്രകടിപ്പിക്കാറുണ്ട്, പ്രത്യേകിച്ച് മേലധ്യക്ഷന്മാർ. കഴിഞ്ഞിടെ സർക്കാർ പുറത്തുവിട്ടൊരു സർവേയിൽ 16.9% കേരളത്തിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കും. അപ്പം ഇതിലെന്തെങ്കിലും ഒരു പ്രത്യേക ആശങ്ക, പ്രത്യേകിച്ച് ഗ്രോയിങ് പോപ്പുലേഷൻ ഉള്ള ഒരു സമുദായമായതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം പുറത്തു പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ആശങ്ക അങ്ങേക്കുണ്ടോ? അത് ഒരു ശരിയായിരിക്കുന്ന വസ്തുതയാണ്. അതിൽ ആശങ്കകളുണ്ട്. കാരണം ഒറ്റപ്പെട്ടു പോകുന്നതായ ഒരു മാതാപിതാക്കളുടെ വിലാപം അതിനകത്തുണ്ട്. കാരണം മക്കൾ അടുത്തില്ല, മക്കളെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസം അവർക്കുണ്ട്. അതുകൊണ്ട് ഒന്നാമത് അവരുടെ ലോൺലിനെസ് അവരനുഭവിക്കുന്നു എന്നുള്ള ഒന്ന്. രണ്ടാമത് അവരുടെ ജീവിതം സുരക്ഷിതമല്ലെന്നുമുണ്ട്. ഇന്നത്തെ കാലത്ത് വൃദ്ധ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ളതായിരിക്കുന്ന മോഷ്ടാക്കളുടെയും മറ്റും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ അവരുടെ രണ്ട് കാര്യങ്ങളാണ് അതിനെ ചെയ്യാനായിട്ട് നമ്മൾ സഭയായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഒന്നാമത് നമ്മൾ ഒരു സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, സെൻറ്റ് ജോസഫ് ഫെലോഷിപ്പ്. അതോടുകൂടെ ഇവർക്ക് എല്ലാവർക്കും ആ ലോൺലിനെസ് ഇല്ലാതിരിക്കത്തക്ക രീതിയിലുള്ള പല മീറ്റിങ്ങുകളും മറ്റും സംഘടിപ്പിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് നമ്മൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രായമായിരിക്കുന്ന ആളുകളെ പകൽ വീടുകൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പകൽ അവരിപ്പം പള്ളികളുടെ പാഴ്സനേജും ഒക്കെ ചിലപ്പോൾ വെറുതെ കിടക്കുകയായിരിക്കും. ഇട ദിവസങ്ങളിൽ ഞായറാഴ്ചയൊക്കെ ആയിരിക്കും കാര്യങ്ങളുള്ളത്. അവിടെ പകലുള്ള സമയത്ത് അവർ ബസ്സിൽ വണ്ടിയിലോ മറ്റോ അവരെ കൊണ്ടുവന്ന് അവർക്ക് ഒരുമിച്ചിരിക്കാനും പത്രം വായിക്കാനും വർത്തമാനം പറയാനും അതുപോലെ തന്നെ ചെറിയ ക്യാരംസ് കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതായ കളികളിലൊക്കെ ഏർപ്പെടാനോ സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും പിന്നെ അവിടെ ആരാധനയുള്ള പ്രാർത്ഥനയെ ഓരോരുത്തർക്കും വിവിധ മതങ്ങളിലാണ് അവരവർക്ക് പ്രാർത്ഥനയ്ക്കുള്ളതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പത്രം വായിക്കാൻ സൗകര്യങ്ങൾ കൊടുക്കുക. പിന്നെ വൈകിട്ട് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും 4 മണിയാകുമ്പോൾ എല്ലാവർക്കും ഒരു കാപ്പിയൊക്കെ കുടിച്ച് വൈകുന്നതായ സമയത്ത് അവരെ അവരവരുടേതായ സ്ഥലങ്ങൾ കൊണ്ടാക്കാൻ സാധിക്കുന്നു. അത് സുരക്ഷിതമായിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടിലുള്ളതായിരിക്കുന്ന ആളുകളാണ്. മൂന്നാമതൊരു പദ്ധതി എന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളൊരു പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾറെഡി നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 200 ഫാമിലിക്ക് താമസിക്കത്തക്ക രീതിയിൽ പെയ്ഡ് ആൻഡ് നോൺ പെയ്ഡ് ആയിട്ട് താമസിക്കത്തക്ക രീതിയിൽ വില്ലകളും അപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് അത് 9.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ പദ്ധതികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡിസൈനിങ് എല്ലാമായി. ഇനി നമ്മളത്
പിന്നെ എസ്റ്റിമേറ്റ് എടുത്ത് ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് അവിടെ പണി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ട് 900 സ്ക്വയർ ഫീറ്റും 600 സ്ക്വയർ ഫീറ്റും 400 സ്ക്വയർ ഫീറ്റും ഒക്കെ ഉള്ളതായിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന വില്ലകളും അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ ഡോർമിറ്ററികളും ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അവിടെ അവർ താമസിക്കുന്ന സമയത്ത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഉള്ള പ്രൊവിഷൻ സ്റ്റോറുകളുണ്ടാവും, മെഡിക്കൽ ഷോപ്പ് കാണും, അതുപോലെ തന്നെ മസാജിങ് സെൻ്റർ ഉണ്ടാവും, നേഴ്സിംഗ് ഹോം ഉണ്ടാവും, അങ്ങനെയുള്ളതായിരിക്കുന്ന അതുപോലെ അവിടെ യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ളതായ സ്ഥലം, ചെറിയതായ ഔട്ട്ഡോർ ഗെയിംസ് ഇൻഡോർ ഗെയിംസ് ഒക്കെ കളിക്കാനുള്ള സൗകര്യങ്ങൾ, കോമൺ കിച്ചൺ, കോമൺ ഡൈനിങ് ഹാള് ഇതെല്ലാം കാണും. അപ്പോൾ അതൊക്കെ പലതായിട്ട് ഇടുക. അതുപോലെ അവിടെ കൃഷി വയ്ക്കാനും ഗാർഡൻ നോക്കാനും ഒക്കെയുള്ള ഗാർഡനിങ്, കൃഷി, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേന് ഈ 9 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് സുഖമായി താമസിക്കാവുന്ന ഒരു വില്ലേജ് പോലെ ഓരോ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. അതെല്ലായിടത്തും വ്യാപിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.